എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ മാത്തമാറ്റിക്സ് ചോദ്യം വളരെ ലളിതമായി തോന്നാമെങ്കിലും അതിൻ്റെ കൃത്യമായ ഉത്തരം ലഭിക്കാൻ നമ്മൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻ പാലിക്കേണ്ടതാണ്. ഇതിൻ്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 3 ഡിവിഷൻ 3 എത്ര ആൻസർ? 1 ആണ് ആൻസർ, എല്ലാവർക്കും നമുക്കറിയാം അത്. അതുപോലെ 3 ഡിവിഷൻ 3 എത്ര ആൻസർ? 1 ആണ്. Therefore 1 ഡിവിഷൻ 1 എത്ര കിട്ടും ആൻസർ? 1 കിട്ടണം. അതായത് നമ്മൾ ഓർഡർ പാലിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. ആക്ച്വലി ഇത് തെറ്റായ ആൻസർ ആണ് കൂട്ടുകാരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓർഡർ പാലിക്കണം എപ്പോഴും. അപ്പോൾ ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഓപ്പറേഷൻ ഫോളോ ചെയ്യണം. അതിൻ്റെ അർത്ഥം 3 ഡിവിഷൻ 3 ഡിവിഷൻ 3 ഡിവിഷൻ 3 ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 3 ഡിവിഷൻ 3 എത്ര ആൻസർ? 1. അത് കഴിഞ്ഞ് 1 ഡിവിഷൻ 3 ഡിവിഷൻ 3. സോ ഈ 1 ഡിവിഷൻ 3 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. സോ 1/3 ഡിവിഷൻ 3 നമ്മൾ എഴുതി. നമുക്കറിയാം നമ്മൾ ഡിവിഷൻ എന്തായും മാറ്റണം? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഈ ചിഹ്നം നമുക്ക് എന്തായി മാറ്റാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാം. അതായത് എന്ത് വരും? 1/3. അപ്പം നമ്മൾ ഈ ചിഹ്നം മാറ്റാൻ പോവുകയാണ്. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പം ഈ 3യുടെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് വ്യൂൽക്രമം എടുക്കുക. എന്തായി മാറും? 1/3 ആയി മാറും. 1 മൾട്ടിപ്ലിക്കേഷൻ 1 എത്ര ആൻസർ? 1 ആണ് ആൻസർ. 3 മൾട്ടിപ്ലിക്കേഷൻ 3 എത്ര ആൻസർ? 9 ആണ് ആൻസർ. ഇതാണ് അതിൻ്റെ റിയൽ ആൻസർ. അപ്പം നമ്മൾ ഓർഡർ പാലിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റായ ആൻസർ കിട്ടും. ഇതുപോലത്തെ ട്രിക്കി ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി കൂട്ടുകാരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.